നമസ്കാരം. കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതുപോലെ 1947 ജൂലൈ 30 ഓസ്ട്രിയയിൽ ജനനം. ഓസ്ട്രിയയിലെ താൽ എന്ന ഒരു ചെറിയ ഗ്രാമം, 1000 താഴെ കുടുംബങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ സമയത്തുള്ള ഓസ്ട്രിയയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധം തകർത്ത് തരിപ്പണമാക്കിയ ഓസ്ട്രിയ. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജർമ്മനി ഓസ്ട്രിയ പിടിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് ഓസ്ട്രിയയിലെ പട്ടാളം, പോലീസ്, അതുപോലെ സാധാരണ ജനങ്ങൾ, അങ്ങനെ ഏകദേശം 10 ലക്ഷത്തിനടുത്ത ആൾക്കാർ ജർമ്മൻ പട്ടാളത്തിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു, ജർമ്മനി തോൽപ്പിക്കപ്പെട്ടു. ആ സമയമാകുമ്പോഴേക്കും US-ഉം UK-യും പോലുള്ള രാജ്യങ്ങളുടെ ബോംബിങ്ങിൽ ഒരുപാട് വീടുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരുന്നു ഓസ്ട്രിയ. രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് ജർമ്മനിയും ഇറ്റലിയും ചേർന്ന് യൂറോപ്പിലും, ഏഷ്യയിലെ ജപ്പാൻ, പിന്നീട് ജപ്പാൻ്റെ കൂടെ തായ്ലൻഡും കൂടി ചേർന്നു. പല രാജ്യങ്ങളെയും ചുമ്മാ അങ്ങ് പോയി ആക്രമിക്കുക. ജർമ്മനി അവിടെ പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. പിന്നെ ഇവിടെ മുന്നിൽ കാണുന്ന എന്നാൽ പിന്നെ അങ്ങ് പോയി ആക്രമിച്ചേക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം, ഈ പറഞ്ഞ 3 രാജ്യങ്ങൾക്ക്. 39 ആരംഭിച്ച ഈ യുദ്ധത്തിൽ 41 വരെയും US നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. അപ്പോഴാണ് 41-ൽ ജപ്പാൻ അവരുടെ പേൾ ഹാർബർ എന്ന ടെറിട്ടറിയിൽ ചെന്ന് ചില US നേവിയുടെ കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്നത്. അതോടെ US യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തു. ആദ്യകാലത്തൊക്കെ അവർക്ക് ഒരുപാട് തോൽവി പറ്റിയിരുന്നു ജപ്പാൻ്റെ അടുത്ത്. അന്ന് ജപ്പാൻ അത്രയും വലിയൊരു സൈനിക ശക്തിയായിരുന്നു. പക്ഷേ ക്രമേണ US പല സ്ഥലങ്ങളിലും ജപ്പാനെ തോൽപ്പിച്ചു. അതിനിടയിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ US പ്രസിഡന്റ് റൂസ്വെൽറ്റ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിനുള്ള പ്രോജക്റ്റിന് തുടക്കം കുറിക്കുന്നത്. കാരണം ജർമ്മനി അതിനു മുമ്പേ ആരംഭിച്ചിരുന്നെങ്കിലും ജർമ്മനിക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ലോകം രക്ഷപ്പെട്ടു. ഈയിടയ്ക്ക് ജപ്പാൻ്റെ ഒരു മിനിസ്റ്റർ പറയുന്നത് കേട്ടു, US അന്ന് കാണിച്ചത് ഭയങ്കര അക്രമമായിപ്പോയെന്ന്. ഇവർ കാണിച്ച അക്രമം വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ഈ പറഞ്ഞ 39 മുതൽ 45 യുദ്ധം അവസാനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 8.5 കോടി ജനങ്ങളാണ് മരിച്ചത്. അതേസമയം US അന്ന് ആ ന്യൂക്ലിയർ ബോംബ് അവിടെ ഇട്ടില്ലായിരുന്നെങ്കിൽ അത് പിന്നെ എത്ര ഇരട്ടിയാകുമായിരുന്നു. ആ യുദ്ധം അപ്പോഴൊന്നും അവസാനിക്കില്ലായിരുന്നു. 45-ൽ US-ന്റെ ആ ഒരു ബോംബിങ്ങോടെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. ഇതുകൂടാതെ ഭക്ഷണക്ഷാമം, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ഭക്ഷണം കിട്ടാനില്ല എന്നുള്ള ഒരവസ്ഥ പല സ്ഥലത്തും നിലനിന്നിരുന്നു. ഈ പറഞ്ഞ താൽ എന്ന ഗ്രാമവും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ കിലോമീറ്റർ കണക്കിന് നടന്നാണ് പലപ്പോഴും അരിയോ പാലോ ബട്ടറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിച്ചിരുന്നത്. പിന്നെ വെജിറ്റബിൾസിന് അവർ ചെറിയൊരു അടുക്കളത്തോട്ടം, അവിടെ അത്യാവശ്യം വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. ബാക്കി സാധനങ്ങൾ കിട്ടുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് താമസിക്കാനൊരു വീട് അവർക്ക് ഗവൺമെൻറ് വക കിട്ടിയിരുന്നു. ഒരു 2 നില വീട്. അതിൻ്റെ ഒരു നിലയിൽ അർണോൾഡിൻ്റെ കുടുംബവും, മറ്റേ നിലയിൽ അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസറും. അങ്ങനെ 2 കുടുംബങ്ങളായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അച്ഛൻ ഗുഡ്സവ് ഷ്ട്രാസ്നഗർ, അമ്മ ഓറേലിന, 1 വയസ്സിന് മൂത്ത ജ്യേഷ്ഠൻ മെയ്ഹാഷ് ഷ്ട്രാസ്നഗർ. ഇത്രയും ആൾക്കാരടങ്ങിയ കുടുംബമായിരുന്നു. ഓർമ്മ വെച്ച കാലത്ത് ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യം നല്ലതുപോലെ അനുഭവിച്ചിരുന്നു. ഇതുകൂടാതെ അവിടുത്തെ പരിസരങ്ങളും അത്ര നല്ലൊരു നിലയിലായിരുന്നില്ല. നല്ല റോഡുകളുണ്ടായിരുന്നില്ല, വാഹനങ്ങളുണ്ടായിരുന്നില്ല. ഒരിക്കൽ ജ്യേഷ്ഠന് അസുഖം വന്നപ്പോൾ അമ്മ ഏകദേശം 5 വയസ്സോളം പ്രായമുള്ള ആ കുട്ടിയെ തോളിലേറ്റി 3 കിലോമീറ്ററോളം നടന്നാണ് ഗ്രാസ് എന്ന പട്ടണത്തിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്.
അത്രയും നമുക്കൊന്നും ഇന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരവസ്ഥയായിരുന്നു അന്ന് ആ കാലത്ത്. അച്ഛൻ ഇവരൊന്ന് വളർന്നു തുടങ്ങിയ കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ എക്സസൈസ് നിർബന്ധം, അത് കഴിഞ്ഞാൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ. വൈകുന്നേരം അതേപോലെ സ്കൂൾ വിട്ട് വന്നാൽ ഫുട്ബോൾ കളി. ആ കാലം തൊട്ട് തന്നെ നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഇപ്പം ആരും കളിയൊന്നും ഇല്ലല്ലോ. ഇപ്പം എല്ലാവരും മൊബൈൽ ഫോണിലും ടി വിയിലും ഒക്കെ ആണല്ലോ, അല്ലെ കമ്പ്യൂട്ടറിൽ. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കളിക്കുമ്പോൾ ഞാൻ ആദ്യം അല്ലെങ്കിൽ ഞാൻ ഒന്നാമത് എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പ്രായത്തിന് മൂത്ത ജ്യേഷ്ഠനനുസരിച്ചുള്ള ശരീര വലുപ്പവും കൂടും. എന്നാൽ ജ്യേഷ്ഠനെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. ആദ്യകാലങ്ങളിലൊന്നും നടന്നില്ലെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ കൂടുതൽ മെച്ചപ്പെട്ടു. പലപ്പോഴും പല മത്സരങ്ങളിലും കളികളിലും ജ്യേഷ്ഠനേക്കാൾ മുന്നിലെത്തിയിരുന്നു. മാത്രമല്ല ഏത് ജോലി ചെയ്യാനും മടിയുണ്ടായിരുന്നില്ല. അത് പറമ്പിൽ കിളയ്ക്കാനോ വിറക് വെട്ടാനോ അങ്ങനെ എന്ത് ജോലിയും. അതേസമയം ജ്യേഷ്ഠൻ അത്തരം കാര്യങ്ങളിലൊക്കെ പുറകോട്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കി കയ്യിൽ ചെളി പറ്റുന്ന കാര്യത്തോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയായിരുന്നു, അവൻ വളർന്ന് വലുതാകുമ്പോൾ വല്ല എൻജിനീയറോ ആവും, നീയെ വല്ല മെക്കാനിക്കോ അല്ലെങ്കിൽ കാർപ്പൻറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനാണ് ചാൻസ് എന്ന് പറയുമായിരുന്നു. അങ്ങനെ ജ്യേഷ്ഠൻ 9 വയസ്സായപ്പോൾ പ്രൈമറി സ്കൂൾ പഠനം കഴിഞ്ഞു. പിന്നെ ഗ്രാസ് എന്ന പട്ടണത്തിലെ ഹയർ സ്കൂളിലേക്ക് പോയി. ഇവിടെ ഒരു കുഴപ്പമുണ്ട്, തിരിച്ചവിടെ നിന്ന് ബസ് കയറി ഇവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും നേരെ ഇരുട്ടും. ഒറ്റയ്ക്ക് നടന്നു വരാൻ ധൈര്യമില്ല. അപ്പോൾ ഇദ്ദേഹം പോവും വിളിച്ചോണ്ട് വരാൻ. ഇദ്ദേഹത്തിന് ഉള്ളിൽ പേടിയാണ്, എന്നാലും പുറമേക്ക് കാണിക്കില്ല. ഞാൻ ജ്യേഷ്ഠനേക്കാൾ മിടുക്കനാണ് എന്ന് കാണിക്കണമല്ലോ. പോയും ജ്യേഷ്ഠനെയും വിളിച്ചോണ്ട് തിരിച്ചു വരും. ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് പോകുന്നൊരവസ്ഥയായിരുന്നു അന്ന്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹവും ഈ പറഞ്ഞ ഗ്രാസിലെ ഹയർ സ്കൂളിലെത്തി. പിന്നെ അവർ ഒരുമിച്ചായിരുന്നു വരവും പോക്കുമൊക്കെ. ആ സമയത്താണ് ഇദ്ദേഹം USA എന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നതും അതേപോലെ ഈ ഗ്രാസ് പട്ടണത്തിലെ ചില സിനിമ തിയേറ്ററുകളൊക്കെ ആ സമയത്തൊക്കെ ഒന്ന് പോയി. അപ്പോൾ US ഷൂട്ട് ചെയ്ത പല സിനിമകളും കണ്ടു. അങ്ങനെ US എന്ന ഒരു രാജ്യത്തെക്കുറിച്ച് മനസ്സിലായി. അന്നും ഇന്നും ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയായ, ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം. അതോടെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലും 10ാമത്തെ വയസ്സിലാണെന്ന് ആലോചിക്കണം, ഒരു സ്വപ്നം പോയിട്ടു. US പോകണം, US താമസമാക്കണം. ഈ താഴേക്കിടയിൽ കിടക്കുന്ന ഓസ്ട്രിയ എന്ന രാജ്യത്തിൽ നിന്ന് പുറത്തുപോയി US താമസമാക്കണം എന്നൊരു ആഗ്രഹം അന്നേ രൂപപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് ജോലി ചെയ്യാനും വിഷമമില്ലാത്ത ഒരാളായിരുന്നുകൊണ്ട് വെക്കേഷൻ ടൈമിലെല്ലാം പല ജോലികളും, അത് ഐസ്ക്രീം കച്ചവടം, ഈർച്ച മില്ലിൽ ജോലി ചെയ്തു, അങ്ങനെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. ആദ്യമൊക്കെ നമ്മുടെയൊക്കെ പോലെ തന്നെ കിട്ടുന്ന കാശ് മുഴുവൻ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് അങ്ങ് തീർത്തു. പിന്നീട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ആ പ്രായത്തിൽ തന്നെ വന്നു. 14ാമത്തെ വയസ്സിൽ, അതായത് ആ ഹയർ സ്കൂളിലെ 4ാമത്തെ ഡിവിഷനിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ഫുട്ബോൾ ടീമിൽ അദ്ദേഹം ചേർന്നു. അപ്പോൾ ഒരാഗ്രഹം, ഒരു ട്രാക്ക് സ്യൂട്ട് വാങ്ങിക്കണം. അച്ഛനോട് ആവശ്യപ്പെട്ടു. ഒരു രക്ഷയില്ല, ഒന്നാമത് അതിനുള്ള സാമ്പത്തികം ഇല്ല, കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബം ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് നീക്കാം എന്ന് മാത്രം. അപ്പോൾ അച്ഛന് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നടക്കില്ല. അതാണ് അവസ്ഥ. സംഭവം പോലീസ് ഇൻസ്പെക്ടർക്ക് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം ഒന്നേ ഉള്ളൂ. അന്ന് ആ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ തന്നെ അങ്ങനെയാണ്. ആ വർഷത്തെ സ്കൂൾ വെക്കേഷനിൽ അദ്ദേഹം ഒരു ഈർച്ച മില്ലിൽ ജോലി ചെയ്തു. കിട്ടിയ പൈസ ഉപയോഗിച്ച് ഈ പറഞ്ഞ ഒരു ട്രാക്ക് സ്യൂട്ടും ബാക്കിയുള്ള തുക കൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളും വാങ്ങിച്ചു.
അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അതൊരിക്കൽ വളരെ ദാരിദ്ര്യം വന്ന സമയത്ത്, അതിപ്പോഴല്ല, ഈ ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് ആ സൈക്കിൾ അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. പിന്നീട് ഇതുവരെ ഒരു സൈക്കിൾ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ മകൻ സ്വന്തമായിട്ടൊരു സൈക്കിൾ വെക്കേഷൻ ടൈമിൽ അധ്വാനിച്ച് വാങ്ങിക്കുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്നൊക്കെ വീട്ടിൽ നിന്ന് 10 ചോദിച്ചാൽ 100 കിട്ടും. കിട്ടിയാൽ നമ്മൾ നേരെ പോകും. MDMA, LSD, ഇനി ചുരുങ്ങിയത് കഞ്ചാവെങ്കിലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയൊന്നും അല്ല ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടത്. നല്ല രീതിയിൽ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, താഴേക്കിടയിലോട്ടല്ല ചിന്തിക്കേണ്ടത്. എന്തായാലും US എന്നുള്ള സ്വപ്നം ശക്തമായി നിൽക്കുന്ന സമയത്താണ് ഹൈസ്കൂൾ പഠനം അവസാനിക്കുന്നത്. കാലക്രമേണ ഈ ജ്യേഷ്ഠനോട് അച്ഛനും അമ്മയ്ക്കും ഒരു സോഫ്റ്റ് കോർണർ ഫോം ചെയ്തു. കാരണം പാവം പയ്യൻ. മറ്റേ അനിയനാണെങ്കിൽ, അർണോൾഡാണെങ്കിൽ എന്തിനും മുന്നിട്ട് ചാടി ഇറങ്ങും, ഏത് ജോലിയും ചെയ്യും. പിന്നെ അത്യാവശ്യം കുസൃതികൾ ഒപ്പിക്കും. അതുകൊണ്ട് തന്നെ അച്ഛൻ പലപ്പോഴും വളരെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. മിക്കവാറും അദ്ദേഹത്തിൻ്റെ പോലീസ് ബെൽറ്റ് ഉപയോഗിച്ചായിരിക്കും അടി കൊള്ളുക. ജ്യേഷ്ഠനും ആദ്യകാലങ്ങളിലേക്ക് ഇട്ടിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാത്തിനും ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുടെ ജ്യേഷ്ഠൻ വളരെ പെറ്റായി. ഇവരുടെയൊക്കെ അടി മുഴുവൻ ഇദ്ദേഹത്തിന് മാത്രമായി മാറി. അതുകൊണ്ട് തന്നെ അച്ഛനോടും ജ്യേഷ്ഠനോടും ഒരു അകൽച്ച ഏകദേശം ഈ സ്കൂൾ ഫൈനൽ കാലത്തോടെ അദ്ദേഹത്തിന് ഫോം ചെയ്ത് തുടങ്ങി